ടാറ്റ എങ്ങനെയാണ് പുതിയ പഞ്ച് ഫേസ് ലിഫ്റ്റിൻ്റെ ബേസ് മോഡൽ വെറും 5.59 ലാക്സിൽ ലോഞ്ച് ചെയ്ത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സംഭവം ആക്ച്വലി വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ്. അതുകൊണ്ടാണ് വേരിയൻ്റെ പേരും സ്മാർട്ട്. പണ്ട് പ്യൂറിൽ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ സ്മാർട്ട് ആയപ്പോഴേക്കും ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് വേണേൽ പറഞ്ഞുതരാം. നമുക്കതിനകത്ത് LED ഹെഡ് ലാംപ്സ് റിഫ്ലക്ടർ ബേസ്ഡ് ബേസ് മോഡൽ പോലെ വരുന്നുണ്ട്. DRLs ഇല്ല, അതിന് പകരം ഹാലജൻ ബൾബാണ്. ഇൻഡിക്കേറ്ററും ഹാലജൻ ആണ്. നടുവിൽ നമുക്ക് താഴത്തെ സിൽവർ സ്കിപ്പ് പ്ലേറ്റ് ഒക്കെ വരുന്നുണ്ട്. ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, ഫോൾഡബിൾ അല്ല. ബ്ലാക്ക് മിറേഴ്സും ബ്ലാക്ക് ORVMസും ആണ് വരുന്നത്. 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ്. അതിൻ്റെ അകത്ത് അലോയും വീൽ കവർ ഒന്നുമില്ല. പിന്നെ കണക്റ്റഡ് ടെയിൽ ലാമ്പിൻ്റെ എലമെൻ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് നടുവിലത്തെ ലൈറ്റ് കത്തില്ല. ആൻഡ് ഹാലജൻ ടെയിൽ ലാംപ്സ് ആണ്. റിയർ ഡിഫോഗർ വൈപ്പർ അങ്ങനത്തെ യാതൊരു സാധനമില്ല. ഈവൻ ഇൻറ്റീരിയറിലാണെങ്കിൽ പോലും നമുക്കിതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് ഒക്കെ വളരെ ബേസിക് ആണ്. കൺട്രോൾസും സാധനങ്ങളൊന്നുമില്ല. ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ആണെങ്കിലും അഗൈൻ ബേസിക് ആണ്, പക്ഷേ നമുക്ക് അഡ്വഞ്ചർ വേരിയൻ്റ് വരെ കിട്ടുന്നുണ്ട്. നമുക്ക് ആകെപ്പാടെ ഫ്രണ്ട് 2 പവർ വിൻഡോസ് മാത്രമേ വരുന്നുള്ളൂ. സെൻട്രൽ ലോക്കിംഗ് ഇതിൻ്റെ അകത്ത് ഒരു താങ്ക്ഫുള്ളി കൊടുത്തിട്ടുണ്ട്. പണ്ട് അതില്ലായിരുന്നു, റിമോട്ട് ബേസ്ഡ് ആണ്. ആൻഡ് നമുക്ക് അൺലോക്ക് ലോക്ക് എല്ലാം കീ വെച്ച് ചെയ്യാം. പിന്നെ ഡേ നൈറ്റ് IRVMs ഇല്ല, മാനുവലും അല്ല. ഇൻഫോടൈം സിസ്റ്റം ഇല്ല. മാനുവൽ AC ആണ് വരുന്നത്. ഫ്രണ്ടിൽ ആംറസ്റ്റ് ഇല്ല, ബാക്കിൽ AC വെൻസ് ഇല്ല. സീറ്റ്സും മോണോട്ടോൺ ഫിനിഷ്, മൊത്തം ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അവൈലബിൾ അല്ല. 2 ഹെഡ് റെസ്റ്റ് മാത്രമാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഓവറോൾ ഫീച്ചേഴ്സ്. സേഫ്റ്റിയുടെ കേസിൽ 6 എയർ ബാഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ഇനി എന്താണ് അവരിത് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വേരിയൻ്റ് 5.59 ലാക്സിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റ് വരുന്നത് 6.49 ലാക്സിലാണ്. അതായത് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ഓൺ റോഡിൽ പ്രൈസ് ഡിഫറൻസ് വരും. ആ 1 ലക്ഷം രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെപ്പാട് എക്സ്ട്രാ 4-5 സംഭവങ്ങൾ കിട്ടുന്നുള്ളൂ. ഈവൻ പ്യുവർ വേരിയൻറ്റിൽ നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനേ വരുന്നില്ല. അത്രയും കോസ്റ്റ് അവർ ഇതിൻ്റെ അകത്ത് കുറച്ചിട്ട് അതെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിൽ ആഡ് ചെയ്തു. എന്നിട്ട് പ്യുവർ പ്ലസും അഡ്വഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് 50,000 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവർക്ക് കസ്റ്റമേഴ്സിനെ കൂടുതൽ ടോപ്പ് വേരിയൻസിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ബേസ് വേരിയൻറ്റിൽ എന്തായാലും ഒന്നും വരാത്തതുകൊണ്ട് ആൾക്കാർ മിക്കവാറും പ്യുവർ ആദ്യം എടുക്കാൻ നോക്കും. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവും 50,000 രൂപ കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ പ്യുവർ പ്ലസ് കിട്ടും. എന്നിട്ട് അതും കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും 50,000 രൂപ കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ അഡ്വഞ്ചർ കിട്ടും. അതിൻ്റെ അകത്താണ് 360 ഡിഗ്രി ക്യാമറ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ കുറേ പേര് അതങ്ങ് എടുക്കും.